ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ന്യൂസ് ക്യാൻ മീഡിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കടമെടുക്കുവാനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് മെയ് മാസത്തിൽ ഇതുവരെ പെൻഷൻ വിതരണം ആരംഭിക്കാതിരുന്നത് എന്ന കാര്യം നിങ്ങൾ ഇതിനകം അറിഞ്ഞു കാണും. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തിന് കടമെടുക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. അനുമതി ലഭിച്ച ഉടനെ തന്നെ സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നതിനുള്ള നടപടിയും ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടെ മെയ് മാസത്തിൽ തന്നെ പെൻഷൻ വിതരണവും ഒരുങ്ങുകയാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സർക്കാർ 3000 കോടി രൂപ വായ്പ എടുക്കുവാൻ അനുമതി നൽകുകയും സംസ്ഥാന സർക്കാർ ആ 3000 കോടിയും ഏപ്രിലിൽ തന്നെ കടമെടുത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മറ്റു ചെലവുകൾക്കുമായി ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ മാസം തുടക്കത്തിൽ തന്നെ കുടിശ്ശികയായിരുന്ന പെൻഷൻ്റെ 2 ഗഡുക്കൾ 3200 രൂപ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ മെയ് മാസത്തിൽ പെൻഷൻ വിതരണത്തിന് കടമെടുക്കുവാൻ കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചിരുന്നില്ല. കേരളത്തിന് ഈ വർഷം മൊത്തത്തിൽ 37,512 കോടി രൂപ കടമെടുക്കാമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നുവെങ്കിലും ഓരോ പാദത്തിലും കടമെടുക്കുന്നതിനുള്ള അനുമതി കേന്ദ്രം നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാവുകയുള്ളൂ. അതിനാൽ കടമെടുപ്പ് അനുമതിക്കായി മെയ് മാസത്തിൽ 2 തവണ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തും നൽകിയിരുന്നു. ഒടുവിൽ ഇപ്പോൾ 18,253 കോടി രൂപ ഈ ഡിസംബർ വരെയുള്ള സമയത്തിനുള്ളിൽ കടമെടുക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. ഇതേ തുടർന്ന് മെയ് മാസത്തിൽ തന്നെ 3500 കോടി രൂപ റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ വായ്പയെടുക്കുന്നതിനുള്ള നടപടി സംസ്ഥാനം ആരംഭിച്ചിരിക്കുകയാണ്. 3500 കോടി രൂപ ഉടനെ എത്തുമെങ്കിലും നിലവിലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുഴുവനായും ഇപ്പോൾ വിതരണമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെയുള്ള 6 മാസത്തെ പെൻഷനാണ് നൽകുവാനുള്ളത്. ഇതിന് ഏകദേശം 5500 കോടി രൂപയോളം വേണം. ഇത്രയും നൽകുവാനില്ലാത്തതിനാൽ 1 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുക. ഡിസംബർ മാസത്തെ 1600 രൂപയായിരിക്കും ഉടനെ എത്തുക. മെയ് 28-നാണ് റിസർവ് ബാങ്ക് വഴിയുള്ള 3500 കോടി രൂപയുടെ കടമെടുപ്പ് നടക്കുന്നത്. 1 മാസത്തെ പെൻഷൻ വിതരണത്തിന് 900 കോടി രൂപയോളം വേണ്ടിവരും. ബാക്കി തുക ഈ മാസം കൂട്ടത്തോടെ വിരമിക്കുന്ന ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുവാനും മറ്റ് സർക്കാർ ഭരണ ചിലവുകൾക്കുമായി ഉപയോഗിക്കുവാനാണ് സർക്കാരിൻ്റെ നീക്കം. അടുത്ത ആഴ്ച ആദ്യം തന്നെ ക്ഷേമ പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾ എത്തുമെന്നാണ് കരുതുന്നത്. തീയതി വന്നാലുടൻ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.